ഓക്കെ യെസ് ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ബട്ടൺ ഞെക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ബട്ടൺ ഞെക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് എന്തായാലും കണ്ടറിയാം ഗൈസ്. ഓ ഗൈസ്, എന്താണ് സൈസ് സംഭവിക്കുന്നത്? ഓ ഗൈസ്, റോഡ് അറിഞ്ഞു ഗൈസ്. ഓ ഗൈസ്, ആ ഭരണിക്കകത്ത് അന്നത്തെ ഇത് ലിക്വിഡ് കുറഞ്ഞു വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ റോഡ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ റോഡ് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും റോഡ് അവിടെ കിടന്ന് ഭയങ്കര ദേഷ്യത്തിലാണ് ഗൈസ്. അപ്പോൾ ഓ ഗൈസ്, റോഡിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഓ ഗൈസ്, റോഡിൻ്റെ അടുത്ത് നിന്ന് നമ്മളിപ്പോൾ എല്ലാ കുട്ടികളെയും നമ്മൾ രക്ഷിക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നണേ. നമ്മുടെ ഇവിൾനണ്ണിൻ്റെ അവസാനം നമ്മൾ കുറേ കുട്ടികളെ രക്ഷിച്ചില്ല ഗൈസ്, അതുപോലത്തെ ഒരു ഇതാണ് ഗൈസ്. ഇനി എന്താ കളിയെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ റോഡിന് ശ്വാസം കിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നണേ. റോഡ് ഭയങ്കര ടെൻഷനായി എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും നമുക്ക് എന്തായാലും കണ്ടറിയണം ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഇതെന്താണ് ഈഗിൾസ് ജൂനിയർ ഹൈസ്കൂള്? ഓ ഗൈസ്, ഇതെന്താണ്? എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നണേ. ഓ ഗൈസ്, നമ്മുടെ എവിൾനണ്ണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു ഒരു സ്റ്റോറി മോഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നോക്കട്ടെ ഗൈസ്. നമ്മുടെ സിസ്റ്റർ മാഡലിൻ എന്നാണ് എവിൾനണ്ണിൻ്റെ പേര്. അപ്പോൾ നമുക്ക് സിസ്റ്റർ മാഡലിൻ്റെ റൂം കണ്ടുപിടിക്കണം ഗൈസ്. അതായത് നമ്മുടെ റോഡിൻ്റെ അമ്മയുടെ റൂം നമുക്ക് കണ്ടുപിടിക്കണം. ഇതല്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് എവിടെയാണ് ഈ റൂം? ഇവിടെ വേറെ കുറേ സിസ്റ്റർമാരുടെയൊക്കെ റൂമുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ബ്ലോക്കാണല്ലോ ഗൈസ്. എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓ ഗൈസ്, ഇത് നമ്മുടെ എവിൾനണ്ണല്ലേ ഗൈസ്? യെസ് ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ അമ്മ. നമ്മുടെ റോഡിൻ്റെ അമ്മ ഇതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, മിക്കവാറും അവിടെ ആയിരിക്കും റൂം. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് പയ്യാണ് ഗൈസ് നടക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ കുട്ടിയാണിപ്പോൾ. ഓ ഗൈസ്, ഇതാണ് റൂം. തുറക്ക്. ഇല്ല ഗൈസ്, ഇതല്ല റൂം. പിന്നെ ഏതാണ് ഗൈസ്? ഇങ്ങോട്ടേക്കാണ് എവിൾനണ്ണ് പോയത്. ഓ ബ്യൂട്ടിഫുൾ ബേബി ഗൈസ്, എവിൾനണ്ണ് നമ്മളെ തിരഞ്ഞുകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ റൂമിലേക്കൊന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഇവിടെ ആയിരിക്കും ഗൈസ് മിക്കവാറും നമ്മുടെ എവിൾനണ്ണിൻ്റെ റൂം. ഇതല്ല ഗൈസ്, ഇത് വേറെ റൂമാണ്. പിന്നെ ഇത് എവിടെയാണ് ഗൈസ് ഈ റൂം? ഗൈസ്, ഇതാണ്. യെസ് ഗൈസ്, ഇതാണ് സിസ്റ്റർ മാഡലിൻ്റെ റൂം. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ എവിൾനണ്ണ് ഗൈസ്. ഇപ്പോൾ എവിൾനണ്ണ് നണ്ണായിട്ടില്ല ഗൈസ്. അപ്പോൾ മിക്കവാറും നണ്ണാവണ കഥയ്ക്ക് ഇതിനകത്ത് പറയുമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഗൈസ്. ഗൈസ്, ഈ റൂമൊക്കെ നോക്കി ഗൈസ്. ഇങ്ങനെ ഒരു സംഭവത്തിലാണ് നമ്മൾ എംപോസിഷനൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ട് ഗൈസ്? അപ്പോൾ നമ്മുടെ എവിൾനണ്ണിൽ. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കട്ടെ ഗൈസ്. അവിടെ ഒരു ചെക്കൻ നിൽക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ചെക്കനെ നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. കാരണം ആ ചെക്കനെ സൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ചെക്കനെ നമ്മൾ ഫോളോ ചെയ്ത് പോകണമായിരിക്കും ഗൈസ്. ആ ചെക്കനെ ഏതാണ് ഗൈസ്? ഒന്നൊരു ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ചെറുപ്പകാലത്തിലെ സ്റ്റോറി പറയണമെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, ആ ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. എന്താണ് ഗൈസ് കളി? എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ആ ചെക്കൻ ആ റൂമിലേക്ക് കയറിപ്പോയി. ഇതാരുടെ റൂമാണ്? ഓ ഗൈസ്, ഇതാരുടെ റൂമാണ്? എനിക്കറിയില്ല ഗൈസ്. ഓ ഗൈസ്, ഞാൻ സത്യമായിട്ട് പേടിച്ചു പോയി ഗൈസ്. എവിൾനണ്ണ് എന്തോ നമ്മളോട് പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. ഇതുവരെയായിട്ട് നമ്മുടെ ഫാദറിനെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ റോഡിൻ്റെ ഫാദറിനെ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. ഇനി എങ്ങോട്ടാണ് ഗൈസ് നമ്മൾ പോകേണ്ടത്? ഇവിടെ എന്താണ് എന്തോ പറയുന്നുണ്ടല്ലോ. ഇതൊരു ചർച്ചല്ല ഗൈസ്. അപ്പോൾ കുമ്പസാരിക്കുന്നതാണ്, എനിക്കറിയില്ല ഗൈസ്. ഓ പ്രേസ് ദ ലോർഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി എങ്ങോട്ടാണ് ഈ പോകേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം? അറിയില്ല കേട്ടോ ഗൈസ്, എനിക്കറിയില്ല. അല്ല ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്ന ആയിരിക്കില്ല. എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ പോയി നോക്കി. ഇതെന്താണ് ഗൈസ്? ടുഡേ എന്നൊക്കെ പറഞ്ഞ ഇവിടെ എന്തൊക്കെയൊക്കെ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും? ഇല്ല ഗൈസ്. ഓ ഗൈസ്, നമ്മുടെ എവിടെയാണ് നമ്മളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ്, എനിക്കപ്പോൾ ഇവിടെ കയറി ഒളിക്കണം എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചിട്ടുണ്ട്. നമ്മുടെ എവിടെയാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓ എവിടെയാണ് അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, എവിടെയാണ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നമുക്ക് ഇറങ്ങാമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഗൈസ്, നമ്മുടെ എവിൾനണ്ണിനൊരു പെൺകുട്ടീനെ
വേണമെന്നായിരുന്നു ഗൈസ് ആഗ്രഹം. പക്ഷേ കിട്ടിയത് നമ്മുടെ റോഡിനെയാണ്. അതുകൊണ്ട് റോഡിനെ ഒരു പെൺകുട്ടിയെ പോലെയാണ് ഗൈസ് വളർത്തുന്നത്. റോഡിനെ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ചിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇനി എന്താണ് ഗൈസ് നമ്മൾ ചെയ്യേണ്ടത്? ഓ ഗൈസ് ഇതാരാണ് ഗൈസ്? അറിയില്ല കേട്ടോ ഗൈസ്, എനിക്കറിയില്ല ഇതാരാണിത്. ഓ ഗൈസ് എന്താണ് ഗൈസ് സംഭവിച്ചത്? ഓ നമ്മൾ എവിളിനെണ്ണായി മാറി ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്, നമ്മൾ എവിളിനെണ്ണായി മാറി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓ ഗൈസ് ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഈ ജനൽ വഴി നോക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇതെന്താണ്? ഓ ഗൈസ് നമ്മുടെ റോഡിൻ്റെ ഫാദർ, നമ്മുടെ ജോസഫ് വന്നിട്ടുണ്ട്. ഓ ഗൈസ് നമ്മുടെ റോഡിൻ്റെ യഥാർത്ഥ അച്ഛനല്ല ഗൈസ് ജോസഫ്. അപ്പോൾ ഓ ആ സിസ്റ്റർ നമ്മുടെ ജോസഫിന് റോഡിനെ കൈമാറുകയാണ് ഗൈസ്. ഇത് കണ്ട, റോഡിനെ ഒരു പെൺകുട്ടിയുടെ വസ്ത്രമൊക്കെ ധരിപ്പിച്ചാണ് ഇട്ടേക്കണേ. അപ്പോൾ റോഡിൻ്റെ അച്ഛന് കൈമാറിയിട്ടുണ്ട്, ജോസഫിന് കൈമാറിയിട്ടുണ്ട് ഗൈസ്. ജോസഫ് നമ്മുടെ റോഡിൻ്റെ യഥാർത്ഥ അച്ഛനല്ല ഗൈസ്. അപ്പോൾ ഓ ഗൈസ് എവിളിനണ്ണ് ഭയങ്കരമായിട്ട് ഒരു ഇതായിക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കാം മേ ബി എവിളിനണ്ണ്, അതായത് നണ്ണ് എവിളായി മാറുന്നത് ഇപ്പോഴായിരിക്കാം ഗൈസ്. ഓ ഗൈസ് നമ്മുടെ എവിളിനണ്ണ് ഭയങ്കര വിഷമത്തിലും കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഗൈസ് നമ്മുടെ റോഡ് നമ്മുടെ എവിളിനണ്ണിന് വെറുത്ത് തുടങ്ങിയത്. അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഓ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഓക്കെ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചുറ്റികയാണ്, നമ്മുടെ എവിളിനണ്ണിൻ്റെ ചുറ്റിക ഇരിക്കുന്നുണ്ട് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ എവിളിനണ്ണായി മാറാൻ പോവാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. അപ്പോൾ ഞാൻ എന്തായാലും അത് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഗൈസ്? ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ എവിളിനണ്ണായി മാറുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ ഗൈസ്. ഇനി എന്താണ് അടുത്തത്? ഓ ഗൈസ് നമ്മുടെ റോഡ് വന്നിട്ടുണ്ട് ഗൈസ്. റോഡ് ഭയങ്കര വിഷമത്തിലാണ്, കാരണം നമ്മൾ അവിടുത്തെ എല്ലാ കുട്ടികളെയും നമ്മൾ തുറന്ന് വിട്ടിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് റോഡ് ഭയങ്കര വിഷമത്തിലാണ്. ഇപ്പോൾ റോഡ് എന്തായാലും എങ്ങോട്ടൊക്കെയോ കയറി പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ റോഡ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു ഇതിനകത്താണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജയ ഉണ്ട്, ലിസ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്ക് ഉണ്ട്, ചാർലി ഉണ്ട് ഗൈസ്. എല്ലാവരുടെയും ഒരു ഗണ്ണുണ്ട്. അപ്പോൾ റോഡിനെ തകർക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. പക്ഷേ റോഡ് ഒരു ഗണ്ണ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ റോഡിൻ്റെ അടുത്തൊരു മതിയായ ഗണ്ണ് കണ്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ തീർക്കുമെന്നാണ് റോഡ് പറഞ്ഞേക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഈ വഴിയാണ് റോഡ് പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും താഴത്തേക്ക് പോകണമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. അപ്പോൾ ഇവിടെ കയറി പോകണമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. അപ്പോൾ റോഡിൻ്റെ അടുത്ത് വലിയൊരു ഗണ്ണുണ്ട്, എന്താവുമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ എല്ലാവരും കയറി ഗൈസ്. ഇതെന്താണ് ആരും കയറിയില്ല ഗൈസ്, ഞാൻ മാത്രമേ കയറുള്ളൂ. എന്താണ് ഇവിടെ എന്താണ് ഗൈസ് ചെയ്യേണ്ടത്? ഓക്കെ ഗൈസ് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാണ് ഗൈസ്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗൈസ്? എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യണം? ഇല്ല ഗൈസ്, ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം ഗൈസ്? ഇവിടെയൊക്കെ എന്തൊക്കെയോ ചീട്ടാന്ന് തോന്നുന്നു, എന്തൊക്കെയോ സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. ഓ ഗൈസ് നമ്മളിനി എങ്ങോട്ടാണ് പോകേണ്ടത്? എനിക്ക് ഒരു പിടിയില്ല ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ റോഡിൻ്റെ ഫോട്ടോ. പക്ഷേ റോഡിൻ്റെ യഥാർത്ഥ അച്ഛനല്ല ഗൈസ്, ജോസഫ് യഥാർത്ഥ അച്ഛനല്ല. ഓക്കെ ഗൈസ് നമ്മൾ ഏതൊരു വഴിയുടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ റോഡ് ഇച്ചിരി പവർഫുള്ളായി എന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. പുള്ളിയുടെ അടുത്ത് എന്തോ വലിയ ഗണ്ണൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഡോർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും മിക്കവാറും റോഡ് ഉണ്ടാവാൻ ചാൻസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ചെയ്യട്ടെ. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ് എല്ലാവരും പാഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ റോഡ് എവിടെ ഗൈസ്? യെസ് ഗൈസ് ഇതാണ് ഗൈസ് റോഡിൻ്റെ ഗണ്ണ്. യെസ് ഗൈസ് ഇതാണ് റോഡിൻ്റെ ഗണ്ണ്. ഓ ഇത് വിഷയമാവുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. എന്തുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതിന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. എന്താണ് ഗൈസ്? ഓ എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓ ഇത് ഐസാക്കണ സംഭവമാണ്. ഓ ഗൈസ് എല്ലാവരുടെ കണ്ണ് ഐസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി പണി പാളിയിട്ടുണ്ട് ഗൈസ്.
ഓ ഗൈസ് നമ്മുടെ മൈക്കിനെ ഐസാക്കി മാറ്റിയിട്ടുണ്ട്. അത് ലിസ്റ്റിന് വന്ന ഇതായിരുന്നു ഗൈസ്. അപ്പോൾ മൈക്ക് കയറി തടഞ്ഞതാണ്. ഓ ഗൈസ് നമ്മുടെ ലിസ്റ്റിന് മനസ്സിലായി ഗൈസ്. നമ്മുടെ മൈക്കിന് ലിസ്റ്റിനോടുള്ള ഇഷ്ടം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ പെർഫ്യൂം ബോട്ടിൽ എന്തായാലും നമ്മൾ ലിസ്റ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ഗണ്ണ് നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഓ ഗൈസ് റോഡ് ഭയങ്കര പവർഫുള്ളായി എന്നാണ് എനിക്ക് തോന്നണേ. റോഡ് ഭയങ്കര സീനായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഡിഫക്ട് റോഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓ ഗൈസ് ഈ റോഡിൽ ലേസർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഒളിച്ചിരിക്കണം ഗൈസ്. അതാണ് കളി ഗൈസ്. ഇവിടെ എന്തോ സാധനം എടുക്കാനുണ്ട് ഗൈസ്. അവിടെ ഒരു കൈയുടെ സംഭവം കൊടുത്തിട്ടുണ്ടല്ലോ. അതെന്താണ് ഗൈസ്? ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. വെടി വെക്കരുത് പ്ലീസ് ഗൈസ്. നമ്മുടെ മൈക്ക് അവിടെ ഐസായി നിൽക്കുകയാണ്. ഇതെന്താണ്? ഓ ഗൈസ് സ്ലിംഗ് ഷോട്ട് കിട്ടി നമുക്ക് ഗൈസ്. കവണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കവണ വെച്ചിട്ട് എന്തോ കളിയുണ്ട് ഗൈസ്. ഗൈസ് ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം ഗൈസ് കളിക്കുക. ഇതെന്താണ്? നെറ്റ് ബോൾട്ട്. ഓ നമുക്ക് ഇതാണ് ഗൈസ് ഉണ്ടയായിട്ട് യൂസ് ചെയ്യണേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ നമുക്ക് തകർക്കാനുണ്ട് ഗൈസ്. എന്താണത്? ഓ ഗൈസ് ഇവിടെ കണ്ട ഒരു ഓറഞ്ച് സംഭവം കാണിച്ചേക്കണം. എനിക്ക് തോന്നുന്നു അത് നമ്മൾ തകർക്കണം എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. നമ്മൾ സൂക്ഷിച്ച് വേണം കളിക്കാൻ. ഗൈസ് ഇവിടെ ആയിട്ട് കണ്ടോ നിങ്ങൾ? ഒരു ഓറഞ്ച് സംഭവം കൊടുത്തിട്ടുണ്ട്. അത് തകർക്കണം എന്നാണ് എനിക്ക് തോന്നണേ. അപ്പം ഞാൻ എന്തായാലും ഇപ്പുറത്തേക്കൊന്ന് പോട്ടെ ഗൈസ്. ഓ സീന്. ഓക്കെ ഗൈസ്. അതെങ്ങനെ നമ്മൾ തകർക്കും? ഓ പണി പാളിയാനെ ഗൈസ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തകർക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും അപ്പുറത്തേക്കൊന്ന് പോയി നോക്കട്ടെ. യെസ് ഗൈസ് ഞാൻ ഇവിടെ എത്തി. ഇതെന്ത് പാടാണ് ഗൈസ്. ഇവരിവിടെ എന്താണ് ചെയ്യുന്നത്? ഓക്കെ അത് തകർക്കാൻ പറ്റും. നോക്കട്ടെ ഗൈസ്. നോക്കട്ടെ. യെസ് ഗൈസ് അത് ഓരെണ്ണം നമ്മൾ ബ്രേക്ക് ചെയ്ത് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഓരെണ്ണം അത് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഇവിടുന്ന് അടുത്തൊരു നട്ട് ബോൾട്ട് എടുക്കട്ടെ ഗൈസ്. അപ്പോൾ അടുത്ത സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എവിടെയാണ് ഗൈസ് ഉള്ളത്? ഗൈസ് ഇവിടെ കാണിക്കുന്നില്ലല്ലോ ഗൈസ്. ഇനി എവിടെയാണ് ഉള്ളത്? നോക്കട്ടെ. ഓ പണി പാളി. അതിനകത്തേക്ക് വെടിവെക്കുകയാണ്. അല്ല ഗൈസ് അതിനകത്തേക്ക് വെടിവെക്കല്ല. നട്ട് ബോൾട്ട് എടുക്ക്. ഓക്കെ ഗൈസ് ഇവിടെ ഇതാണ് ഗൈസ്. ഇവിടെ ഒരു ഓറഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഓ അതിനകത്ത് കൊണ്ടില്ല ഗൈസ്. അതാണ് എന്നാണ് എനിക്ക് തോന്നണേ. നോക്കട്ടെ ഗൈസ്. കൊടുത്തോ. അല്ല ഗൈസ് അതല്ല നമ്മൾ ആദ്യം വെടിവെച്ച ഒരു ഓറഞ്ച് പോലത്തെ ഒരു സാധനമില്ല ഗൈസ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനിപ്പോൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും ഞാൻ? ഓ ഗൈസ് അത് ഇവിടെ ഉണ്ട് ഗൈസ്. ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് ഗൈസ് ആ സാധനം. ഓക്കെ ഗൈസ് അപ്പോൾ ഞാനിതൊന്ന് അടിച്ചിരട്ടെ ഗൈസ്. ഇതെന്താണ് അതിനകത്ത് കൊള്ളാത്ത? എന്താണ് ഗൈസ്? അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ആ സംഭവങ്ങളൊക്കെ ഒന്ന് തകർക്കണം. ലെറ്റ്സ് ഗോ. നട്ട് ബോൾട്ട് എടുക്ക്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും നട്ട് ബോൾട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നട്ട് ബോൾട്ട് എടുക്കുക. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് തകർക്കട്ടെ ഗൈസ്. ഓക്കെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് അത് അവിടെയായിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് അവിടെ തകർക്കണം. അപ്പോൾ അത് ഭിത്തി കൊണ്ട് ഗൈസ്. റോഡ് നമ്മൾ വെടിവെക്കാതെ നമ്മൾ നോക്കണം ഗൈസ്. അല്ലെങ്കിൽ പണിയാണ്. റോഡ് നമ്മൾ വെടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസായി പോകും ഗൈസ്. നമ്മുടെ മൈക്കിനെ ഓൾറെഡി ഐസാക്കി അവിടെ വെച്ചേക്കാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയും തകർക്കട്ടെ ഞാൻ. യെസ് ഗൈസ് അത് തകർത്തിട്ടുണ്ട് ഗൈസ്. ഇനിയുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓ ഗൈസ് പണി പാളിയാനിപ്പോൾ ഗൈസ്. മൈക്കും അല്ല നമ്മുടെ ലിസ്സും ചാർലി ഇവിടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് കമ്പ്യൂട്ടറിൽ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഇപ്പോൾ ഓൾറെഡി തകർത്തു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഓക്കെ ഇത് എവിടെ വരണുണ്ടല്ലേ? യെസ് ഗൈസ് അത് അത് അപ്പുറമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനെന്തായാലും അവിടെ പോയിട്ടൊന്ന് തകർക്കട്ടെ ഗൈസ്. അപ്പോൾ നട്ട് ബോൾട്ട് എന്തായാലും എടുക്കുക. യെസ് ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും നട്ട് ബോൾട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. യെസ് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. യെസ് റെഡി ഷൂട്ടി. യെസ് ഗൈസ് സംഭവം സെറ്റായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുണ്ട് ഗൈസ്. ഈ തോക്ക് ബ്രേക്ക് ആയിട്ടില്ല ഗൈസ്. നമ്മുടെ റോഡിൻ്റെ ഗണ്ണ് ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ ഇനി ഓരെണ്ണോട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. യെസ് ഗൈസ് ഇപ്പുറം ഓർമ്മയുണ്ട് ഗൈസ്. അതിനെങ്ങനെ നമ്മളവിടെ ഷൂട്ട് ചെയ്യും? യെസ് ഗൈസ്
ഓ പണിയാണ് പണിയാണ് പണിയാണ്. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്തിട്ട്. യെസ് ഗൈസ്, സംഭവം സെറ്റായിട്ടുണ്ട് ഗൈസ്. യെസ് ഗൈസ്, റോഡിൻ്റെ ഗണ്ണ് പോയിട്ടുണ്ട്. ഗൈസ് ഇനി നമ്മൾ എന്തായാലും ഫൈനലി ഇവിടുന്ന് എസ്കേപ്പ് ആവുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. നോക്കട്ടെ എന്തായാലും. ഓക്കെ ഗൈസ്, ഐസായിട്ടുള്ള എല്ലാം പോയിട്ടുണ്ട്. മൈക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. യെസ് ഗൈസ്, ഓക്കെ. അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, നമ്മുടെ റോഡിന് ഭയങ്കര വിഷമമായി. റോഡ് കരയാണ് ഗൈസ്. റോഡ് കരയട്ടെ ഗൈസ്. നമ്മൾ എന്തിനാണ് വെറുതെ പിടിച്ചുകൊണ്ടുവന്നത്? അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പണി കൊടുത്തത്. റോഡ് ഭയങ്കര വിഷമത്തിലാണ് ഗൈസ്. റോഡ് ഭയങ്കരമായിട്ട് കരയാണ് ഗൈസ്. ഗൈസ് റോഡ് ഇങ്ങനെ ആവാനും ഒരു ബാഡ് സ്റ്റോറി ഉണ്ട് ഗൈസ്. റോഡിൻ്റെ പുറകെ ഒരു ബാഡ് സ്റ്റോറി തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറി തന്നെയാണ് ഗൈസ്. ഓ ഗൈസ്, നമ്മുടെ റോഡ് അവൻ്റെ ഫേസ് റിവീൽ ചെയ്ത്, പക്ഷെ നമ്മളെ കാണിച്ചില്ല ഗൈസ്. ഓ ഗൈസ്, റോഡിൻ്റെ പുറകെ ഒരു ബാഡ് സ്റ്റോറി തന്നെ ഉണ്ട് ഗൈസ്. ഓ ഗൈസ്, അവസാനമായപ്പോൾ സത്യം പറഞ്ഞാൽ ഇമോഷണലാവണൊരു ഫീലായിട്ടുണ്ട് ഗൈസ് എന്തായാലും. അപ്പോൾ നമ്മൾ റോഡ് നമ്മൾ എത്രയൊക്കെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാലും ഗൈസ്, ഈ ഒരു സീൻ കാണുമ്പോൾ എന്തോ പോലെ ഗൈസ്. കാരണം റോഡിന് ഒരു വലിയ ബാഡ് സ്റ്റോറി തന്നെ ഉണ്ട് ഗൈസ്. റോഡിൻ്റെ അമ്മയ്ക്കൊരു പെൺകുട്ടീനെ വേണമെന്നായിരുന്നു ഗൈസ് ആഗ്രഹം. പക്ഷേ റോഡിനെയാണ് നമ്മുടെ ഇവിളിനണ്ണിന് കിട്ടിയത്. അങ്ങനെ റോഡിനെ പെൺകുട്ടിയുടെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഒരു പെണ്ണിനെ പോലെയാണ് ഗൈസ് നമ്മുടെ ഇവിളിനണ്ണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ റോഡിന് നമ്മുടെ ഇവിളിനണ്ണിന് അത്രയ്ക്ക് ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ ഈ ജോസഫ് എന്ന് പറയുന്നത് നമ്മുടെ റോഡിൻ്റെ യഥാർത്ഥ അച്ഛനല്ല ഗൈസ്. അത് നമ്മുടെ അവിടെയുള്ളൊരു സിസ്റ്റർ നമ്മുടെ ജോസഫ് എന്ന് പറഞ്ഞ ആൾക്ക് നമ്മുടെ റോഡിന് കൊടുത്തതാണ് ഗൈസ്. അത് എവിളിനണ്ണ് പോലും അറിയാതെ. അങ്ങനെയാണ് നമ്മുടെ നണ്ണ് എവിളായി മാറിയത് ഗൈസ്. അതാണ് കഥ. ഓക്കെ ഗൈസ്, അതാണ് ഇതിൻ്റെ കഥ എന്ന് എനിക്ക് തോന്നുന്നു. യെസ് ഗൈസ്, റോഡ് ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ഒരു വലിയ ബാഡ് സ്റ്റോറി തന്നെയാണ് റോഡിൻ്റെ പുറകെ ഉള്ളത്. ഓക്കെ ഗൈസ്, നല്ലൊരു ഗെയിമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടില്ലൊരു ഗെയിമാണ് ഗൈസ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. യെസ് ഗൈസ്, എന്താണ് സംഭവിക്കുന്നത് അറിയില്ല കേട്ടോ ഗൈസ്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ റോഡ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതാണ് ഗൈസ് എനിക്ക് തോന്നണേ. നമ്മുടെ റോഡ് മിക്കവാറും സൂയിസൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓ ഗൈസ്, റോഡ് ഭയങ്കരമായിട്ട് വിഷമത്തിലാണ് ഗൈസ്. എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല. യെസ് ഗൈസ്, റോഡ് ആത്മഹത്യ ചെയ്യാൻ പോവാണ് ഗൈസ്. റോഡ് താഴത്തേക്ക് വീണു ഗൈസ്. ബട്ട് ഇല്ല ഗൈസ്, വീണിട്ടില്ലല്ലോ. യെസ് ഗൈസ്, എന്താണ് സംഭവിക്കുന്നത്? ഓ ഗൈസ്, പഴയ കാലത്തിലേക്ക് പോവാന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഓ ഇതെന്താണ്? പഴയ കാലത്തിലേക്ക് പോവാന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഇപ്പം എന്തായാലും നോക്കട്ടെ. ഓ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. ഇത് കണ്ട് നിങ്ങൾ ഒരു ആടിൻ്റെ തലയൊക്കെ വെച്ചിട്ടുള്ളൊരു മനുഷ്യൻ നമ്മുടെ എവിളിനണ്ണിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് ഗൈസ്. നമ്മളൊരു ആടിൻ്റെ തലയൊക്കെ കൊണ്ടുവന്ന് വെച്ചത്. അന്നേരം നമ്മുടെ എവിളിനണ്ണൊക്കെ വന്നിട്ട് എന്തോ പൂജ പോലെ എന്തോ നമുക്ക് നടത്തിയായിരുന്നു. യെസ് ഗൈസ്, നമ്മുടെ റോഡ് കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും ഓർക്കുകയാണ് ഗൈസ് നമ്മുടെ റോഡ്. യെസ് ഗൈസ്, നമ്മളിവിടെ പൂട്ടിയിട്ട കാര്യങ്ങളെല്ലാം റോഡ് ഓർക്കുകയാണ്. യെസ് ഗൈസ്, കണ്ടില്ല ഗൈസ്, ഈ ആടിൻ്റെ തലയാണ് നമ്മൾ നേരത്തെ എവിളിനണ്ണിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ എവിളിനണ്ണിനെ വിളിച്ചു വരുത്തിയത്. യെസ് ഗൈസ്, ഇതൊക്കെ കഴിഞ്ഞു പോയ എപ്പിസോഡിലുണ്ടായിരുന്ന സീനൊക്കെയാണ് ഗൈസ്. ഇപ്പോൾ റോഡെല്ലാം ഒന്ന് ഓർക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും അവൻ സൂയിസൈഡ് ചെയ്യാനായിരിക്കും. യെസ് ഗൈസ്, ഇതാരാണ് ഗൈസ്? അറിയില്ല കേട്ടോ, ഇതാരാന്ന് എനിക്കറിയില്ല. ഓ ഗൈസ്, ഈ ചങ്ങായി മറ്റേതല്ലേ, മറ്റേ എവിളിനണ്ണിൽ നമ്മളെ മറ്റേ ബലൂൺ എസ്കേപ്പ് ചെയ്യാൻ സഹായിച്ച ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഗൈസ്, ഇതൊക്കെ ആരാണ് ഗൈസ്? ഇത് റോഡാണ് ഗൈസ്, ഇത് റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വലിയൊരു ബാഡ് സ്റ്റോറി തന്നെയാണ് ഗൈസ് നമ്മുടെ റോഡിൻ്റെ പുറകെയുള്ളത്. അപ്പോൾ അത്യാവശ്യം കൊള്ളാം ഗൈസ്. അത്യാവശ്യം കിട്ടില്ല ഗെയിമായിരുന്നു. നമ്മുടെ റോഡ് എന്തായാലും സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതേ ഗൈസ്, മാറ്റി അമ്മച്ചി കൂടെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ റോഡ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, എവിളിനണ്ണ് വന്നു ഗൈസ്. എവിളിനണ്ണ് ഇപ്പോഴാണ് ഇത് അറിയുന്നത്. എവിളിനണ്ണ് വന്നിട്ടുണ്ട് ഗൈസ്. എവിളിനണ്ണ് അങ്ങനെ ഫൈനലി തൻ്റെ മോനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ ഗൈസ്, എവിളിനണ്ണിനെ വലിച്ച് കയറ്റുകയാണ്.
ഓ ഗൈസ് എവിടെണ്ണും അല്ല മറ്റേ റോഡ് മരിച്ചു എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഓ ചെറിയ ശ്വാസം മാത്രമാണ് ഗൈസ് നമ്മുടെ റോഡിനുള്ളൂ. ഓക്കെ എവിടെണ്ണ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ് ഇത് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി ഗൈസ്. ഗൈസ് ഒരു മൂവി ആണെന്നൊരു ഫീല് തന്നെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയും ഗെയിം കളിച്ചപ്പോൾ. അത്രയ്ക്കും കിടിലായിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് ഇവർ കല്ലായി മാറുകയാണ്. ഓ ഗൈസ് ഇവർ കല്ലായി മാറി ഗൈസ്. എവിടെണ്ണും കല്ലായി മാറിയിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് ഭയങ്കര ഒരു കിടിലൻ ഗെയിമായിരുന്നു ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റോറി മോഡായിരുന്നു. ഓക്കെ ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ. യെസ് ഗൈസ് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. യെസ് ഗൈസ് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓ ഗൈസ് നമ്മുടെ ജയയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഗൈസ്. ജയയുടെ പട്ടി വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും നമ്മൾ രക്ഷപ്പെടുത്തി. ഓ ഗൈസ് അങ്ങനെ നമ്മുടെ ഫൈനൽ ചാപ്റ്റർ ഇവിടെ എൻഡ് ആവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു ഗെയിമായിട്ട് എന്തായാലും വരാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നല്ലൊരു ഗെയിമായിരുന്നു ഗൈസ്. അപ്പോൾ കിടിലൊരു ഗെയിം തന്നെയായിരുന്നു. ഓ ഗൈസ് നമ്മുടെ മൈക്കും നമ്മുടെ ലിസ്റ്റും ഫൈനലി ഒന്നിക്കുവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിന് നമ്മുടെ മൈക്കിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യെസ് ഗൈസ് അങ്ങനെ അവർ ഒന്നിക്കുകയാണ് ഗൈസ്. അപ്പോൾ നല്ലൊരു സ്റ്റോറി തന്നെയായിരുന്നു. യെസ് ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്ത ഏതിലൊരു ഗെയിമൊക്കെ ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. യെസ് ഗൈസ് അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ഗൈസ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ ഗൈസ് ബൈ.